രാവിലെ പത്തിരിക്കോ നൂൽപുട്ടിനോ പിന്നെ അതേപോലെ വെള്ളപ്പത്തിനൊക്കെ കറി ഉണ്ടാക്കാൻ ഒന്നും ഇല്ലാത്തൊരു സമയം ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മളിങ്ങനെ ആലോചിക്കുക എന്താ ഇപ്പം ഉണ്ടാക്കുകയെന്ന്. അപ്പോൾ വേറെ ഒന്നും ചിന്തിക്കാൻ കേട്ടോ, നേരെ മുറ്റത്തേക്ക് ഇറങ്ങിക്കോളി. അവിടെ നമ്മുടെ മുളക് മരം ഉണ്ടെങ്കിൽ, പച്ചമുളകില്ലേ അതിൻ്റെ, കാന്താരി ആയാലും മതി, ഏത് തരം മുളകായാലും അതിൻ്റെ ഇല ഉണ്ടെങ്കിൽ കുറച്ച് നുള്ളി കൊണ്ടുവന്നോളൂ കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ടാണ് ഇന്ന് പത്തിരിക്ക് ഞാൻ കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് പറഞ്ഞുതരാം കേട്ടോ. നൈസ് പത്തിരി ഉണ്ടാക്കുന്നത് എല്ലാവർക്കും ഒരുവിധമൊക്കെ അറിയാം, അതുകൊണ്ടാണ് ഞാനിപ്പോൾ കാണിക്കാൻ കേട്ടോ. എന്നാലും ഞാനൊന്ന് പറയാം. പാകത്തിനുള്ള വെള്ളം വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും പിന്നെ അതേപോലെ കുറച്ച് ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ആ വെള്ളം ഒന്ന് തിളച്ചതിന് ശേഷമാണ് നമ്മൾ പത്തിരിപ്പൊടി ഇടുന്നത്. ഈ പത്തിരിപ്പൊടി ഞാൻ പച്ചരി കഴുകി ഊറ്റി മില്ല് കൊണ്ടുപോയിട്ട് പൊടിപ്പിച്ച് വറുക്കുന്നതാണ്. പത്തിരിപ്പൊടി ഇട്ടതിന് ശേഷം അത് ഇളക്കാതെ ഒന്ന് മൂടി വെച്ച് കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഇളക്കിയിട്ട് ഇളം ചൂടോട് കൂടി തന്നെ നന്നായിട്ട് കുഴച്ചിട്ട് ചുട്ടെടുക്കുക. സാധാരണ ഒരു ഗ്ലാസ് പൊടിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ളതാണ് കേട്ടോ അളവ് ഞാൻ എടുക്കുന്നത്. ഇനിയിപ്പോൾ ആ പത്തിരിയിലേക്ക് കറി ഉണ്ടാക്കണം. അതിനാണ് ഞാൻ നേരത്തെ തന്നെ മുളകിൻ്റെ ഇല കൊണ്ടുവച്ച് നല്ല ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ട് ഇതാ ഒരു പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് അതിലേക്ക് കടുക് ഇട്ട് പൊട്ടിച്ചതിന് ശേഷം 5-6 ചുവന്നുള്ളി ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മുളകിൻ്റെ ഇല ഒന്ന് ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കണം. വളരെ ചെറിയ ഇലയാണെങ്കിൽ കട്ട് ചെയ്യേണ്ട, കുറച്ച് വലിപ്പമുള്ളതാണെങ്കിൽ ഒന്ന് കട്ട് ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ അത് നല്ലോണം ഒന്ന് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നതിൻ്റെ ശേഷം ഇതിലേക്ക് കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും പാകത്തിനുള്ള അനുസരിച്ചിട്ട് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഒരു 1/4 ടീസ്പൂൺ അളവിലുള്ള മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ആ മുളക് പൊടിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരൊന്ന് ചെറുതായി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് തേങ്ങ നന്നായിട്ട് പേസ്റ്റാക്കി അരച്ചതുണ്ട്. അപ്പോൾ ഒരുപാട് തേങ്ങ വേണ്ട കേട്ടോ, വളരെ കുറഞ്ഞ അളവിലുള്ള തേങ്ങ മതി. അപ്പോൾ കണ്ടമാന തേങ്ങ ആകുമ്പോൾ ഈ കറി കുറച്ച് സമയം നമ്മൾ ഇറക്കി വെച്ചാൽ നല്ല കട്ടിയായി പോകും. അതുകൊണ്ട് കുറഞ്ഞ തേങ്ങയും പാകത്തിനുള്ള വെള്ളം കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഒരുപാട് തിളയും വരണ്ട, ചെറുതായൊരു തിള വരുമ്പോൾ ഇറക്കി വെച്ചാൽ മതി. പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് ഇളക്കിയിട്ട് ഒന്ന് ഇറക്കി വെക്കണം. ഇപ്പോൾ അതാ നല്ല ടേസ്റ്റിലുള്ള ഒരു മുളകില കറി റെഡി ആയിട്ടുണ്ട്. ഇത് പത്തിരിയിലേക്കും പാലപ്പത്തിലേക്കും നൂൽപുട്ടിലേക്കൊക്കെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ് കേട്ടോ. ഏറ്റവും നല്ലത് നല്ല ടേസ്റ്റും ഉള്ളത് പത്തിരിയിലേക്കാണ്, നൈസ് പത്തിരിയിലേക്ക്. ഇനി പാലപ്പത്തിലേക്കും അടിപൊളി തന്നെയാണ്. പണ്ടുള്ള ആൾക്കാരൊക്കെ പറയണി ഈ മുമ്പ് ആണുങ്ങൾ അരി മാത്രമേ വീട്ടിലേക്ക് കൊണ്ട് കൊടുക്കുകയുള്ളൂ എന്ന്, ബാക്കി കറിക്കുള്ളതൊക്കെ മുറ്റത്തും പറമ്പിലൊക്കെ ഉള്ള ഇലക്കറികൾ വെച്ചിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്യലെന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ആ ഒരു ഇതൊന്നും അന്യം നിന്ന് പോകണ്ട. ഇടയ്ക്കൊക്കെ നമ്മൾ ഇതേപോലത്തെ കറികൾ ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുക്കാമല്ലോ, അവർക്കൊരു പുതിയ രുചി പരിചയപ്പെടുത്താം.